നമുക്കൊരു ഡിജിറ്റൽ ടൈമർ പരിചയപ്പെട്ടാൽ നമ്മുടെ മുറ്റത്തെ ലൈറ്റൊക്കെ രാത്രി കാലങ്ങളിൽ ഓഫ് ചെയ്യാനും ഓൺ ആക്കാനും അതുപോലെ പമ്പിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഗാർഡന്റെ പർപ്പസിനൊക്കെ ലൈറ്റ് ഓൺ ഓഫ് ആക്കാനൊക്കെ നമുക്ക് ഈ ഒരു ടൈമർ ഉപയോഗിക്കാം. അതാണ് അതിന്റെ കൺട്രോൾ സർക്യൂട്ട്. 230 വോൾട്ടിന്റെ ഇൻപുട്ട് സപ്ലൈ ഉള്ള ഒരു ടൈമറാണ്. അതുപോലെ തന്നെ നമുക്കൊരു ബാക്കപ്പിനായിട്ട് ഒരു ബാറ്ററി ഉണ്ട്. അതായത് നമ്മുടെ പവർ ഫെയിലിയർ ആയാലും നമ്മുടെ ടൈമർ വർക്ക് ചെയ്യുന്നതായിരിക്കും. ഒരു 3 വോൾട്ടിന്റെ ബാറ്ററിയാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും ഈസി ആയിട്ട് ഇതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ റീപ്ലേസബിൾ ബാറ്ററിയാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്, എങ്ങനെയാണ് വർക്ക് ചെയ്യണേ എന്നുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്ത് നോക്കുന്ന സമയത്ത് ഡേറ്റും അതുപോലെ ടൈം അതുപോലെ എന്തെങ്കിലും എറർ ഒക്കെ നമുക്ക് ഡിസ്പ്ലേയിൽ കാണിക്കാൻ പറ്റും. അതിൽ ദിവസം ഏതാണെന്ന് കാണിക്കും. അതിനുശേഷം നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും മേളിൽ നോ സപ്ലൈ കാണുന്നുണ്ട്. അതിനർത്ഥം പവർ ഫെയിലിയർ ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വയറിംഗ് ചെയ്യേണ്ടത്? 1 ഉം 2 നമ്മൾ ഇൻപുട്ട് സപ്ലൈ 230 കൊടുക്കുക. അതിനായിട്ട് 1 ഉം 2 ഞാൻ വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതുപോലെ ഡിസ്പ്ലേ വരും. അതുപോലെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലാംഗ്വേജ് സെറ്റ് ചെയ്യാം. അതുപോലെ നമുക്ക് ലാംഗ്വേജ് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഡേറ്റിന്റെ ഫോർമാറ്റ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ടൈം ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൈമും സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ ദിവസം എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, മൺഡേ 1ാമത്തെ ദിവസം, അങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ടൈമുണ്ട്, ടൈമിന്റെ ഫോർമാറ്റും അതുപോലെ ടൈമും നമുക്ക് സെറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഡേ സർവീസ് അതുപോലെ റാൻഡം ആയിട്ട് നമുക്കിത് സെലക്ട് ചെയ്യാം. അതുപോലെ ഒരു പിൻ നമ്പർ ഉണ്ട്. അത് ഓപ്പറേറ്റ് ചെയ്യാൻ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പിൻ നമ്പർ 4 ഡിജിറ്റ് അല്ലെങ്കിൽ 3 ഡിജിറ്റ് പിൻ നമ്പർ നമുക്ക് എന്ത് ചെയ്യാം ലോക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് പ്രോഗ്രാം ചെയ്യേണ്ടതുണ്ട്. ന്യൂ പ്രോഗ്രാം ചെയ്യാം. അതുപോലെ പ്രോഗ്രാം മോഡ് ചെക്ക് ചെയ്യാം, പ്രോഗ്രാം മോഡിഫൈ ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഈ ടൈമറിലുണ്ട്. അതിനായിട്ട് അവർ കൗണ്ടറും ഉണ്ട്. അതായത് മണിക്കൂറുകൾക്ക് നമുക്ക് കൗണ്ട് ചെയ്യാം. അതുപോലെ റീസെറ്റ് ഓപ്ഷൻസും ഉണ്ട്. നമുക്ക് ചെയ്ത പ്രോഗ്രാം ഒക്കെ ഡിലീറ്റ് ചെയ്യാവുന്ന ഓപ്ഷൻസും ഉണ്ട്. അതിനായിട്ട് ഞാനൊരു ലൈറ്റ് എടുത്തിട്ടുണ്ട്. നമ്മുടെ മുറ്റത്തെ ലൈറ്റൊക്കെ ജസ്റ്റ് ഓട്ടോമാറ്റിക് ആക്കുന്നതിന് വേണ്ടിയിട്ട്, എക്സാമ്പിളിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കൊരു പ്രോഗ്രാം ചെയ്യാം. അതുപോലെ വയറിംഗ് എന്ന് പറയുന്നത് ഈ ബൾബിന്റെ ന്യൂട്രൽ കോമൺ ആയിട്ട് നമ്മൾ കൊടുക്കുക. അതുപോലെ ലൈറ്റിലേക്കുള്ള ലോഡ്, അതായത് 7 എന്ന് പറയുന്ന ഒരു ഫേസ് ലൈൻ, അതായത് നമ്മുടെ ഇൻപുട്ട് സപ്ലൈ തന്നെ ഒരു ലൂപ്പായിട്ട് കൊടുക്കുക 7ാമത്തെ നമ്പറിൽ. അപ്പോൾ റിലേ വർക്ക് ചെയ്യുന്ന സമയത്ത് 8 എന്ന് പറയുന്ന ടെർമിനൽ വഴി നമ്മുടെ ബൾബിലേക്ക് ലൈറ്റ് കണക്ട് ആവും. പവർ വരുന്നതായിരിക്കും. അതായത് റിലേ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു പ്രോഗ്രാം ചെയ്യാം. പ്രോഗ്രാം ചെയ്യുന്നതിനായിട്ട് സെറ്റിംഗ്സിൽ പോവുക. അതിനുശേഷം പ്രോഗ്രാം സെലക്ട് ചെയ്യുക. പ്രോഗ്രാമിൽ ന്യൂ പ്രോഗ്രാം സെലക്ട് ചെയ്യാം. അതിനുശേഷം ഡെയിലി ഓൺ ഓഫ് നമുക്ക് ടൈം സെറ്റ് ചെയ്യാം. ഇപ്പോൾ 22 സംതിങ് ആയിരുന്നല്ലോ നമ്മുടെ ടൈം. ഞാനൊരു 22:25 ഓൺ ആകാനും അതുപോലെ 22:28 ഓഫ് ചെയ്യാനും ഒരു 1 മിനിറ്റ് ഗ്യാപ്പ് വരെയൊക്കെ മിനിമം നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഇതൊരു വീക്ക്ലി ടൈമറാണ്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും 25 സമയത്ത് എൻ്റെ ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്, 28 സമയത്ത് എൻ്റെ ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ ഡയറക്റ്റ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ C1 ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ആവും, ഓഫ് ആവും.